ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എഗെയിൻ ഞാൻ ഒരു ബോട്ടോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബോട്ടോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറെ കാലമായിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടും ഇപ്പൊ എന്താ അവസ്ഥ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുന്നിട്ടിട്ടുള്ള വീഡിയോസിന്റെ താഴെയൊക്കെ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പൊ എന്താണ് എന്റെ ഒരു അവസ്ഥ ഹെയറിന്റെ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കുറെ ആയി ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ എക്സാം ഇങ്ങനെ വരില്ല എന്നുള്ള രീതിക്ക് നിന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ്. അപ്പൊ ഇപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ എടുത്തേക്കാം. കാരണം എന്റെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 months കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇനി ഞാൻ ആർക്കെങ്കിലും ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യോ, ഞാൻ ഇനി ബോട്ടോക്സ് ചെയ്യോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കോമൺ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പം എല്ലാവരും ആ കോമന്റ്സ് എടുത്ത് നോക്കണമെന്നില്ല. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കോമന്റ്സിന് റിയാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടി, അതും കൂടി ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ലെങ്തി ആവില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ബോട്ടോക്സിന്റെ മൊത്തത്തിൽ ഒരു അപ്ഡേറ്റ്, എസ്പെഷ്യലി നിങ്ങളുടെ ഹെയർ എന്ന് പറയുന്നത് എന്റെ ഹെയർ പോലെ ഭയങ്കര തിൻ ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് നോക്കുക കേട്ടോ. ബോട്ടോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം വീഡിയോയിലോട്ട് പോണതിന് മുന്നേ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. നിങ്ങൾ ബോട്ടോക്സിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്തായാലും അതൊന്ന് ലൈക്കും ചെയ്തേക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സിനെ അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്ത് ചോദിക്കാം. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അതിന് റിപ്ലൈ തരും. ഇതിന്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഇത് കാണാനായിരിക്കും നല്ലത്. ഞാൻ ബോട്ടോക്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട്. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടു നോക്കാം. കാരണം അത് കണ്ടിട്ട് ഇത് കാണുമ്പോഴേ ഞാനിപ്പോ പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഐകാർഡ്സിൽ ഞാൻ കൊടുക്കാനായിട്ട് നോക്കാം ബോട്ടോക്സിന്റെ പ്ലേലിസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയിട്ട് അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ ഉണ്ടാവും. അപ്പൊ അത് കണ്ടു നോക്കിയിട്ട് ഇത് കാണാം. ഓക്കെ, 2 months അപ്ഡേറ്റ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബോട്ടോക്സ് ഞാൻ എന്തുകൊണ്ട് ചെയ്തു, ബോട്ടോക്സ് ചെയ്തിട്ട് ആ 2 monthsന്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന എന്റെ ഹെയർ എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്റെ പേര് മേഘാവണി എന്നാണ്. സോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 months കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതലും എല്ലാവരും 6 months കഴിഞ്ഞിട്ട്, കാരണം ഏകദേശം ഒരു കണക്ക് പറയുന്ന 5 to 6 months ആണ് ബോട്ടോക്സ് ലാസ്റ്റ് ചെയ്യുന്നുള്ളത്. സോ അതുകൊണ്ടാണ് 6 months അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കാറുള്ളത്. അപ്പൊ എന്റെ 2 months കണ്ടിട്ടുള്ളവർക്ക് തന്നെ അറിയാം എന്റെ ഹെയറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ 6 months ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എന്റെ ഹെയറിൽ അങ്ങനെ ബോട്ടോക്സിന്റെ പ്രത്യേകിച്ച് അങ്ങനെ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്റെ ഹെയറിലില്ല. കാരണം എന്റെ ഹെയർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹീറ്റ് ഭയങ്കര കുറച്ചിട്ടാണ് എനിക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6 to 7 വാഷസിൽ ഹെയർ മൊത്തമായിട്ട് ആ ഒരു എഫക്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര, പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എനിക്കോ മെയിൻറ്റെയിൻ ചെയ്ത് ഹെയർ കെയർ ചെയ്ത് കൂടുതൽ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെ ആയിരുന്നു ആ ഭയങ്കര എന്റെ പണ്ടത്തെ കേളി, അല്ലെങ്കിൽ കേളി എന്നല്ല, ഒരു വേവി ഹെയർ ആയിരുന്നു എന്റേത്. ഒരു സ്ട്രെയിറ്റ് ടു വേവി ഹെയർ ആണ്. ആ വേവി ഹെയറിലോട്ട് എത്തിക്കാൻ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ അങ്ങനെ ഹെയർ പിന്നിടാറില്ല. പിന്നിട്ട് കഴിഞ്ഞാൽ എന്റെ ഹെയർ ഭയങ്കര വേവി ആയിട്ട് മാറും. അപ്പൊ ഞാനിപ്പോ അന്ന് ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എന്റെ ഹെയർ പിന്നിടാറേ ഇല്ല. പിന്നിടാന്നുള്ളത് മാത്രമല്ല, ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുക അങ്ങനെയൊന്നുമില്ല. കൂടുതലും ഞാൻ ക്ലച്ച് ക്ലിപ്സ് ഉണ്ടാവുമല്ലോ, ക്ലച്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെക്കും. മുകളിലേക്കൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഫുള്ള് വേവി ആവാത്ത തരത്തിൽ അങ്ങനെ ചെയ്ത് വെക്കും. സ്ക്രഞ്ചീസ് യൂസ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഞാൻ കൂടുതൽ, അങ്ങനെയായിരുന്നു ഞാൻ എന്റെ ഹെയർ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. കാരണം എന്റെ ഹെയർ ഇതിലും വേവി ആയിരുന്നു, മുകളിലോട്ട് കയറി പോവായിരുന്നു. അപ്പം പിന്നെന്താ, അപ്പം അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആ ഹെയർ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിലുണ്ട് എന്റെ ഹെയറിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പൊ അതിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. എന്റെ ഹെയറിന്റെ ഇപ്പോഴത്തെ ഒരു ടെക്സ്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ടൈപ്പിലേ അല്ല എന്റെ ഹെയർ ഇപ്പോൾ ഉള്ളത്. കാരണം ഞാൻ ഇപ്പോഴും ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്, കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്, മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു രീതിക്ക് നിൽക്കുന്നത്, ഭയങ്കര വേവിയിലോട്ട് പോവാതെ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിക്ക് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെയിറ്റ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്റെ ആദ്യത്തെ ഹെയർ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പം വലിയ കുഴപ്പമില്ലാതെ കുറച്ച് ലെങ്ത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം എന്റെ ഹെയർ ഓൾറെഡി ഭയങ്കര സ്പീഡിൽ ഗ്രോത്ത് വരുന്ന ഒരു ഹെയർ അല്ല. കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ് എന്റെ ഹെയർ. ഞാൻ പണ്ട് സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം എന്റെ ഹെയർ ഗ്രോത്ത് ഭയങ്കര ഷോക്കാണ്. അവിടെ നിന്ന് ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്തു. അതിനുശേഷം എന്റെ ഹെയർ വളരെ, ഞാൻ വീട്ടിൽ നിന്ന് അമ്മനെ കൊണ്ടും മേമനെ കൊണ്ട് അച്ഛനെ കൊണ്ടൊക്കെ ഹെയർ കട്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഹെയർ വളരുമായിരുന്നു. പക്ഷെ ഞാൻ എന്നാ സലൂണിൽ പോയി കട്ട് ചെയ്യിച്ചോ അന്ന് മുതൽക്ക് എനിക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കര കുറവാണ്.
പിന്നെ അന്ന് ഞാൻ ഹെന്ന ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെന്ന ചെയ്ത് അവര് ഉണക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഹീറ്ററൊക്കെ നന്നായിട്ട് യൂസ് ചെയ്തു. അതിനുശേഷം ഹെയർ സ്പ്ലിറ്റൻസ് വന്നു. ഭയങ്കര എനിക്ക് എന്റെ ഹെയർ അത്രയും ഡാമേജ് ആയി പോയത് അതിനുശേഷമായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, ഹെൽത്തി ഹെയർ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷമാണ് എന്റെ ഹെയർ ഭയങ്കര ശോഷിച്ചു പോയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഞാൻ ഈ ബോട്ടോക്സ് ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിൻ ഹെയർ തിക്ക് ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ സമയത്ത് എന്റെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് ആ ഒരു ഒട്ടി കിടക്കുന്നതിന് മാറി ഭയങ്കര വോളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു എന്റെ ഹെയർ എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അത് ആ ഒരു രീതിക്ക് തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ബോട്ടോക്സ് ചെയ്ത സമയത്ത്. എനിക്ക് ആ ഒരു എഫക്ട് കണ്ടപ്പം പിന്നെ ഓരോ നമ്മുടെ ഹെയർ എടുക്കുന്ന സമയത്ത് എന്റെ അത് തിൻ ഹെയർ, ഭയങ്കര തിൻ ഹെയർ ആണ്, പക്ഷെ അത് കുറച്ചൊരു തിക്കായിട്ട് തുടങ്ങി. അത് തിക്കായിട്ട് തുടങ്ങിയല്ല, തിക്കായിരുന്നു ബോട്ടോക്സ് ചെയ്ത സമയത്ത്. ആ ഒരു ഫസ്റ്റ് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെയർ കൂടുതൽ ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും, ഭയങ്കര തിക്കായിട്ട് ഫീൽ ചെയ്യും, വോളി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും, സ്മൂത്ത് ആയിട്ട് കിടക്കും. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു എഫക്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് അധികം കാലം നീണ്ടു നിന്നില്ല. ആകെ ഒരു 3-4 ഹെയർ വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ, ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ് 3-4 ഹെയർ വാഷ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ഹെയർ റഫായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഡാമേജ്ഡ് ആയിട്ട് തുടങ്ങി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നപ്പോ ഭയങ്കര സങ്കടമായി എന്നുള്ള കേട്ടോ. കാരണം ഞാൻ ഇത്ര പൈസ കൊടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളത്. കാരണം നമ്മള് 1000 രൂപയോ 2000 രൂപയോ 3000 ഒന്നും കൊടുത്തിട്ടുള്ളല്ലോ ബോട്ടോക്സ് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെന്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അത് തന്നെ ഫസ്റ്റിൽ തന്നെ പാടി പോവാന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സങ്കടം ഉണ്ടാവും. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങൾ തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഹീറ്റ് കൊടുത്തിട്ടുള്ള ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അവർ ചെയ്ത് തരുമ്പോഴാണ് നിങ്ങളുടെ ഹെയറിന് അത് നന്നായിട്ട് ഉണ്ടാവത്തുള്ളൂ, ഹെയർ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ആ ഒരു എഫക്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും. നോർമലി ചെയ്യുന്നവർക്ക് തന്നെ പെട്ടെന്ന് പോകുന്നവരുണ്ട്. ഹീറ്റൊക്കെ നന്നായിട്ട് കൊടുത്തിട്ട് തന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ട് 3 to 4 months കിട്ടിയിട്ടുള്ളൂ, പെട്ടെന്ന് തന്നെ എഫക്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്, കുറെ കാലം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും വാരി ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് കോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു റിപ്ലൈ എന്നുള്ള രീതിക്ക് ലാസ്റ്റിൽ പറയാം. അപ്പം എന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ഇപ്പം നീ ഞങ്ങൾക്ക് വേണേൽ ഹെയർ ഒന്ന് അഴിച്ചിട്ടിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എന്റെ ഹെയർ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് അഴിച്ചിട്ടിട്ട് ഹെയർ ഇപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചാം. എന്റെ 2 months അപ്ഡേറ്റ് വീഡിയോയിൽ എന്റെ ഹെയർ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്ര ഡിഫറൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ. കണ്ടോ എന്റെ ഹെയർ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കോമ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ് ഇപ്പൊ എന്റെ ഹെയർ ഇരിക്കുന്നത്. ഒട്ടും തന്നെ അങ്ങനെ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ആണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒരു തരത്തിലുള്ള എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്റെ ഹെയർ പണ്ട് എങ്ങനെയായിരുന്നു ഇരുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇപ്പൊ എന്റെ ഈ ഹെയർ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ എനിക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ പോലും അറിയാതെ സംഭവിച്ചിട്ടുള്ള ഒരു ഡിഫറൻസ് ആണത്. അത് ഞാൻ പറഞ്ഞുതരാം. വീട്ട് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറെ പേര് ബോട്ടോക്സ് ചെയ്തിട്ട് ഹെയർ ഗ്രോ ചെയ്തിട്ടുള്ള പോലെ എനിക്കങ്ങനെ ഭയങ്കര ഗ്രോത്ത് അങ്ങനെയല്ല. പക്ഷെ ഇപ്പൊ 6 months ആയിട്ടുണ്ടല്ലോ. അപ്പൊ നോർമലി എന്റെ ഹെയറിന് വരുന്ന ചെറിയൊരു ടൈപ്പ് ഓഫ് ഒരു ഗ്രോത്ത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഇത്രയല്ലായിരുന്നു എന്നുള്ളത് ഞാൻ എന്റെ ഒരു 5 ഹെയർ വാഷസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എന്റെ ഫസ്റ്റ് ഹെയർ വാഷ് കാണിക്കുന്നുണ്ട്, സെക്കൻഡ് കാണിക്കുന്നുണ്ട്, തേർഡ്, ഫോർത്ത് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ഹെയർ വാഷ് കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും തിൻ ഹെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണമെന്ന് ഫീൽ ചെയ്യും. അത്രയും അടിപൊളിയായിട്ടുള്ള ഹെയർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞപ്പോൾ ഹെയർ നല്ല വോളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നെ അത് പോയി, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പൊ കണ്ടോ എന്റെ ഹെയർ ആ ഒരു ഹെയർ വാഷിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്റെ ഹെയർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്റെ ഹെയർ ഇവിടെ വരെയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കുറച്ച് ഇവിടെയൊക്കെ കേളി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഹെയർ തന്നെയാണല്ലോ ഇപ്പോഴും എന്റെ ഹെയർ. ഞാൻ പ്രത്യേകിച്ച് കൂടുതലും ആ ഒരു കേളി അതായിട്ടുള്ളത് പോവല്ലേ ചെയ്യത്തുള്ളൂ, കൂടുതൽ വേവി ആയിട്ട് വരത്തല്ലേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സ്ട്രെയിറ്റ് ലുക്കിലേക്ക് എന്തായാലും മാറാൻ പോകുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അതിൽ നിന്ന് കുറെ എന്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുള്ള പോലത്തെ ഒരു ഫീൽ എനിക്ക് കേട്ടോ. ഇപ്പൊ ഇവിടെ വരെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ എന്റെ ഹെയറിന്റെ എന്റെ ഈ ഭാഗം വരെയോ അങ്ങനെ എന്തോ മാത്രം എന്റെ ഹെയർ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് കണ്ടപ്പോ തോന്നി. അപ്പോഴാണ് ഞാൻ എന്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ആ ഒരു ടൈമിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചെങ്കിലും വളർന്നിട്ടുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുള്ളതാണ്. ഹെയർ ഒന്ന് കുറച്ച് ഗ്രോത്ത് ആയി. അത് ചിലപ്പോൾ മേ ബി ബോട്ടോക്സ് ചെയ്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മേ ബി എന്റെ ഹെയർ നോർമലി വളരുന്ന പോലെ വളർന്നതുമായിരിക്കാം. പക്ഷെ എന്തായാലും ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇല്ലാതായി പോവാ അങ്ങനെയൊന്നുമില്ല.
അപ്പം ആ ഒരു കാര്യമുണ്ട്. പലർക്കും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ബോട്ടോക്സ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഹെയർ വളരുന്ന ഫീൽ തോന്നിയിട്ടുണ്ട് എന്നുള്ളത്. അത് സത്യമാണോ ഒരു മിത്താണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഹെയർ വളരാതിരുന്നിട്ടില്ല, ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഹെയർ ഗ്രോത്ത് ഇല്ലാതെ ഹെയർ ഫാളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഹെയർ ഫാൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേര്. ഹെയർ ഫാൾ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ബോട്ടോക്സ് ചെയ്തിട്ട് ആ ഒരു എഫക്ട് നിൽക്കുന്ന വരെ എനിക്ക് ഒരു ഹെയർ ഫാൾ ഉണ്ടായിരുന്നില്ല. എത്രയോ ഹെയർ ഫാൾ കുറവായിരുന്നു. നോർമലി എന്റെ ഹെയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിസി ആവുമ്പോൾ ഞാൻ ഹെയർ കോംബൊക്കെ ചെയ്ത് ജട കളയുന്ന സമയത്ത് നല്ല രീതിക്ക് ഹെയർ കയ്യിൽ ഇങ്ങനെ പോരുമായിരുന്നു. പക്ഷെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ ആ ഒരു ഫ്രിസിനെസ് ഇല്ല, നമുക്കിങ്ങനെ ജട കുത്തുന്നില്ല, സ്മൂത്ത് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ ഭയങ്കര കുറവായിരുന്നു. ഒരു ഏഴയൊക്കെ കിട്ടിയാൽ കിട്ടിയെന്നുള്ള രീതിക്കായിരുന്നു. പക്ഷെ എഫക്ട് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഹെയർ ഫാൾ നന്നായിട്ട് വരാൻ തുടങ്ങി. ഞാൻ സ്പാ ചെയ്യാൻ പോയടത്തൊന്നും എന്നോട് പറഞ്ഞു നല്ല ഹെയർ ഫാൾ ഉണ്ട് എന്നുള്ളത്. അല്ല, പിന്നെ കുറച്ച് അൺഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യാൻ ഒരു റീസണും കൂടി ഉണ്ടാവും. ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഹെയർ കളർ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഹെയർ ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ലൊരു അടിപൊളി മാസ്ക് വാങ്ങിച്ചതുകൊണ്ട് മാത്രം എന്റെ ഹെയർ ഹൈഡ്രേറ്റിംഗ് ആയി നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ കുറെ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ മാസ്കിന്റെ വീഡിയോ ചെയ്യണമെന്നുള്ള. നിങ്ങൾ ട്രീറ്റഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിന്റെ മാത്രമായിട്ടുള്ള റിവ്യൂ പോലെ ഞാനൊരു വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാൻ നോക്കാം, ഞാൻ എന്തായാലും ചെയ്യാൻ നോക്കാം. പിന്നെ കുറെ പേര് സ്പ്ലിറ്റൻസിന്റെ കാര്യം. ഇപ്പൊ എന്റെ ഹെയറിലൊക്കെ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബോട്ടോക്സ് ചെയ്ത സമയത്ത് ആ എഫക്ട് ഉള്ള സമയത്ത് സ്പ്ലിറ്റൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര സ്പ്ലിറ്റൻസ് ഉള്ള പോലെയൊന്നും ഫീൽ ചെയ്യില്ല. കാരണം നമ്മുടെ ഹെയറിന്റെ ആ പുറമേ ഉള്ള അതങ്ങ് ലോക്ക്ഡ് ആവാണല്ലോ. ഈ ബോട്ടോക്സ് അതിന്റെ പുറമെ വന്നിട്ട് ലോക്ക് ആവാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പോയിട്ട് ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു എഫക്ട് എനിക്ക് കുറെ കാലം കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും ഞാൻ ഇനിയും എഗെയിൻ ബോട്ടോക്സ് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ വേറൊരാൾക്ക് തിൻ ഹെയർ ഉള്ള ഒരാൾക്ക് ബോട്ടോക്സ് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് മാത്രമായിരിക്കും നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ അത്രയും തിൻ ആൻഡ് തിക്ക് കുറഞ്ഞിട്ടുള്ള ഹെയർ ആണ്, അതായത് ഉള്ളും ഭയങ്കര കുറവാണ്, ഓരോ സ്ട്രാൻഡ്സും ഭയങ്കര തിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് തന്നെയായിരിക്കും. കാരണം നാനോപ്ലാസ്റ്റിയ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കുറെ കാലം ലാസ്റ്റ് ചെയ്യും, പക്ഷെ ഭയങ്കര ഒട്ടിയിട്ടാണ് ഇരിക്കുക. നമ്മുടെ ഹെയർ ഒന്നും കൂടി അത് ഭയങ്കര ഒട്ടിയ തിന്നായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും, ഭയങ്കര ഫ്ലാറ്റ് ലുക്ക് ആക്കി വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലുക്ക് മതി, വോളിയായിട്ട് കുറച്ചൊരു വോളിയം വരണം എന്നുള്ള രീതിക്കൊക്കെ ആണെങ്കിൽ ബോട്ടോക്സ് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഹെയർ കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഹെയർ, തിൻ ഹെയർ ആണ്, പക്ഷെ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ഉള്ളുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാനോപ്ലാസ്റ്റിയ ചെയ്യാം കേട്ടോ. അതാവുമ്പോൾ കുറച്ചും കൂടി അധികം കാലം ലാസ്റ്റ് ചെയ്യും. അപ്പം ഈ രണ്ട് ട്രീറ്റ്മെന്റിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ ലുക്കും ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഇനി ബോട്ടോക്സ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യോ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ബോട്ടോക്സ് ചെയ്യുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമുണ്ട്. കാരണം എന്റെ ട്രീറ്റ്മെന്റ് മൊത്തത്തിൽ അബദ്ധമായിരുന്നല്ലോ, അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ രീതിക്കല്ല എന്റെ ബോട്ടോക്സ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എഫക്ട് പെട്ടെന്ന് പോയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിക്ക് ഹീറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ചെയ്ത് വരുമ്പം എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയില്ല. കാരണം ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് എത്രത്തോളം ഭംഗി ഉണ്ടാവും അറിയില്ല. പക്ഷെ പ്രശ്നമില്ല, നമുക്കൊരു 2, 3, 4 ഹെയർ വാഷസ് കഴിയുമ്പോൾ കുറച്ചും കൂടി വോളി ആയിട്ട് വരുമല്ലോ. എന്റെ പണ്ടത്തെ അന്ന് ചെയ്തപ്പോ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വോളിയത്തിലേക്ക് എനിക്ക് കിട്ടിയാൽ അത്രയും നല്ലതായിരുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടോക്സ് ഇനി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒക്കെ ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ വേറൊരു കാര്യം, നിങ്ങളിപ്പോ നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹെയർ കുറച്ചുകൂടി ഹെൽത്തി ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ പാർലറിൽ പോയി ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ഏത് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പൊ അതിലേത് ചെയ്യുന്നു വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിൻ ഹെയർ ഉള്ളവർക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യാം. അതല്ല നിങ്ങളുടെ ഹെയർ ഒന്നും കൂടി കെയർ ചെയ്യണം, ഹെയർ ഗ്രോത്ത് വേണം, ഹെയർ തിക്കാക്കി മാറ്റണം, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെയർ സ്പെഷ്യലിസ്റ്റിനെ, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പൊ അത്രയാണ് എന്റെ ഹെയറിന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഹെയർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഡിഫറൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും, പിന്നെ ഹെയർ എത്രത്തോളം നീളം വെച്ചു എന്നുള്ളതും നിങ്ങൾക്ക് എന്റെ ഹെയർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് തോന്നും, ഹെയർ എത്രത്തോളം ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞ ആ വീഡിയോ. ഞാനിപ്പോ ഇത് ചെയ്യുന്നതിന്റെ 2 ദിവസം മുന്നേ ഞാൻ ആ വീഡിയോ വെറുതെ കണ്ടു നോക്കിയതാണ്. അപ്പൊ കണ്ടു നോക്കിയപ്പം ഇങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ,
പിന്നെന്താ പിന്നെ ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു വെച്ചാൽ തീർച്ചയായിട്ടും നല്ല ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, മുടിച്ചകിരി പോലെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കളറും കൂടി ചെയ്തതുകൊണ്ട് നല്ല ഫ്രിസി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഷാമ്പു പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തു, കണ്ടീഷണർ യൂസ് ചെയ്തു. ഹെയർ വാഷ് എന്നത് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. വീക്കിലി ഞാൻ ട്വൈസ് ഒക്കെ മാത്രമേ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. ഡെയിലി ബേസിൽ ഞാനിപ്പോ ഹെയർ അങ്ങനെ വാഷ് ചെയ്യാറില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ആ മാസ്കും കൂടി യൂസ് ചെയ്തതുകൊണ്ടാണ് ഹെയർ പിന്നെങ്കിലും കുഴപ്പമില്ലാതിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഹെയർ വാഷ് 2 ദിവസം മുന്നേ എന്തോ ചെയ്തതാണ് കേട്ടോ. ഇന്നലെ ഞാൻ അങ്ങനെ എന്തോ ആണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോ നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയില്ല, ഹെയർ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഞാൻ കഷ്ടപ്പെട്ട് മാസ്ക് ഒക്കെ ഇട്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഹെയർ ഇപ്പൊ ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. സോ അപ്പൊ അതാണ്. അപ്പൊ ബോട്ടോക്സ് ഞാൻ ഇനി ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, തീർച്ചയായിട്ടും എനിക്കൊന്ന് അറിയണം എന്നുണ്ട്. ഒറിജിനൽ നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാൻ നല്ല താല്പര്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് അറിയാലോ, റിസൾട്ടൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. പിന്നെ ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കോമന്റ്സ്, ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പല ബോട്ടോക്സ് വീഡിയോസിന്റെ താഴെയായിട്ട്. അപ്പൊ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കുറെ പേർക്ക് ഡൗട്ട്സ് തോന്നുന്ന, അല്ലെങ്കിൽ കുറെ പേർക്ക് വരുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഇന്ന് ഞാൻ പറയാം. പിന്നെ കുറച്ച് പേര് കുറച്ച് എന്താ പറയാ ടൈപ്പ് കോമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അതിനുള്ള എന്റെ ഒരു ആൻസർ എന്താണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ 2 months അപ്ഡേറ്റ്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എഫക്ട് പോയി എന്നൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി വാഷ് ചെയ്തിരുന്നു എന്നുള്ളത് ഹെയർ. ഒരിക്കലും ഇല്ല കേട്ടോ. നമ്മളിപ്പോ ഒരു സലൂണിൽ ബോട്ടോക്സ് ചെയ്യാനായിട്ട് പോകുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരും നമുക്ക് ഹെയർ വാഷ് വീക്ക്ലി ഏറ്റവും നല്ലത് ആഴ്ചയിൽ 1 വട്ടം ചെയ്യാണ്. ഇനി അത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 times നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനും അതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ ആഴ്ചയിൽ 1-2 വട്ടം മാത്രമാണ് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്, ഞാൻ ബോട്ടോക്സ് ആഫ്റ്റർ കെയർ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബോട്ടോക്സ് കുറച്ചധികം ലോങ് ലാസ്റ്റ്, ഇപ്പൊ എന്റെ എഫക്ട് പോയിട്ട് ഞാൻ ഇത്രത്തോളം ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ രീതിക്ക് ചെയ്തിട്ടുള്ള ഒരു ഹെയർ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറെ കാലം ലോങ് ലാസ്റ്റ് ചെയ്ത് കൊണ്ടത് പോകാനായിട്ട് പറ്റും. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഇതിൽ ഐക്കാർഡിൽ കൊടുക്കാട്ടോ, നിങ്ങൾ അതുകൂടി കണ്ടു നോക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് എന്താണ്, ചേച്ചി ഞാൻ 1 month ആയി യൂസ് ചെയ്തിട്ട് മീൻസ് ബോട്ടോക്സ് ചെയ്തിട്ടെന്നായിരിക്കാം മേ ബി. അവർ പറഞ്ഞു 1 year വരെ ലാസ്റ്റ് ചെയ്യുമെന്ന്, സ്പാ ചെയ്യണ്ട എന്ന് പറഞ്ഞു. സ്പാ ചെയ്യണോ മന്ത്ലി? എന്റെ ഹെയർ കുറച്ച് അൺഹെൽത്തി ഹെയർ ആയതുകൊണ്ടായിരിക്കാം മേ ബി എന്റെ അടുത്ത് സ്പാ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, സ്പാ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്നുള്ളത്. പക്ഷെ പൊതുവെ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സലൂൺ എന്ന് പറയുന്നത്. കാരണം ബോട്ടോക്സ് ഓൾറെഡി ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിക്കാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്മൂത്തനിങ്ങും ബാക്കിയുള്ള സ്ട്രെയിറ്റനിങ് പെർമനന്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മന്ത്ലി പോയിട്ട് സ്പാ ചെയ്യണം, നിങ്ങളുടെ ഹെയർ ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബോട്ടോക്സിന് അങ്ങനെ പൊതുവെ സ്പാ ചെയ്യാനായിട്ട് പറയാറില്ല. അപ്പൊ നിങ്ങൾക്ക് അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ബോട്ടോക്സ് ചെയ്തതിനു ശേഷം ഇവർ പറയുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തില്ല എങ്കിൽ വല്ല കുഴപ്പവും ഉണ്ടാകുമോ? ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമാണോ? അല്ലെങ്കിൽ തന്നെ ഇവർ പറയുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ അല്ലാണ്ട് വേറെ സൾഫേറ്റ് ഫ്രീ ആയ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും സീൻ ഉണ്ടോ എന്നുള്ളത്. ഞാനും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ചെയ്ത സമയത്ത് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതന്നെ വാങ്ങണം നിർബന്ധം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അവർ പറഞ്ഞത് വാങ്ങിയില്ലെങ്കിൽ ഹെയർ ഡാമേജ് ആയി പോകും, ഹെയർ പെട്ടെന്ന് എഫക്ട് പോകും എന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ അത്രയും പൈസ കൊടുത്തത് വാങ്ങിച്ചത്. എന്നിട്ടും പ്രോപ്പർ ആയിട്ട് ചെയ്യാത്ത റീസൺ കൊണ്ട് എഫക്ട് പോയി. അത്രയും പൈസ എനിക്ക് വീണ്ടും 3000 രൂപേന്റെ അടുത്തായിട്ടുണ്ടായിരുന്നു ആ ഷാംപൂ ആൻഡ് കണ്ടീഷണറിന്. ക്യൂഓഡിന്റെ അർഗൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അത് വാങ്ങി എന്നുള്ള റീസൺ കൊണ്ട് എന്റേതിന് പ്രശ്നം, അതായത് എന്റേതിന് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിക്ക് ചെയ്യാത്തത് കൊണ്ട്. പക്ഷെ നിങ്ങളത് പ്രോപ്പർ രീതിക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പൈസ വെറുതെ കളയാൻ നിൽക്കുന്നത്? കറക്റ്റ് അവർ പറഞ്ഞിട്ടുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണറിനെ യൂസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. വേറെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ വാങ്ങുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബോട്ടോക്സ് ഏതാണോ അപ്പൊ ആ ഒരു എഫക്ട് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും ആണ് ആ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണറിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് ആ എഫക്ട് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകത്തുള്ളൂ. നമ്മൾ വേറെ ചെയ്യാനായിട്ട് നോക്കുക. വെറുതെ നമ്മളിപ്പം 8 രൂപയൊക്കെ കൊടുത്ത് ചെയ്യുന്ന 7,000-8,000 കൊടുത്ത് ചെയ്യുന്ന ബോട്ടോക്സിന്റെ എഫക്ട് നമ്മൾ ആ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാതെ പോവാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടല്ലേ. അപ്പം അങ്ങനെ ചെയ്യാട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏത് ബോട്ടോക്സ് ബ്രാൻഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് കൊക്കോബാന എന്ന് പറഞ്ഞിട്ടുള്ള ബ്രസീലിയൻ ബോട്ടോക്സ് ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം കുറച്ച് കാര്യങ്ങളോടൊക്കെ ഉള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അവർ ചെയ്തിട്ടുള്ള സലൂണിന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോട്ടോക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെയിറ്റനിങ് ചെയ്ത് കൊടുക്കണം, എങ്കിലാണ് ആ എഫക്ട് കിട്ടുക. അങ്ങനെ സ്ട്രെയിറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്.
അത് ഏത് സലൂണെന്ന് പറഞ്ഞെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മൾ എന്തിനാ ബോട്ടോക്സ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ എഗെയിൻ ഹീറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ കഷ്ടപ്പെട്ട് സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബോട്ടോക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാനേജ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടല്ലേ. പിന്നെ അത് മാത്രമല്ല ഇത്രയും ഹീറ്റ് കൊടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ് ബോട്ടോക്സ്. പിന്നെ വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ്നർ നമ്മുടെ ഹീറ്റ് കൂടുതൽ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ടോട്ടലി ഡാമേജ്ഡ് ആയിട്ട് പോകും. ഏത് സലൂണിലാണെന്ന് പറഞ്ഞതാണ് ഞാൻ വിചാരിച്ചത്. പൊതുവേ സലൂൺ എന്ന് പറയാം സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യരുത്, മാക്സിമം ഹീറ്റിംഗ് ടൂൾസ് ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഹെയർ ഡ്രയർ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പം അത്യാവശ്യം എന്റെ ഒരു ബോട്ടോക്സ് എന്താ പറയാ ഹെയർ അപ്ഡേറ്റ് 6 months കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ ജനുവരിയിൽ ചെയ്തു. ഇപ്പം ഏകദേശം ജൂലൈ ലാസ്റ്റിൽ ആയിട്ടുണ്ട്, ജൂലൈ ലാസ്റ്റ് വീക്ക് ആയിട്ടുണ്ട്. വീഡിയോ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും 6 months കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്റെ ഒരു അപ്ഡേറ്റ് ഇത്രയാണ് ബോട്ടോക്സിനെ കുറിച്ച് പറയാനുള്ള. എന്റെ ഹെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നതുകൊണ്ട് തന്നെ പിന്നെ അതൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. അപ്പം അത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം കുറെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ബോട്ടോക്സ് ചെയ്യാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്റെ ബോട്ടോക്സ് 6 months അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. സോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഞാനിപ്പോ ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആവും. ഇതന്നെ ഇപ്പൊ എത്രയായെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ അത്രയുണ്ട് ഇന്നത്തെ വീഡിയോ. ബൈ.